പല റിവ്യൂവേഴ്സും വളരെയധികം ഈ സിനിമയെ തേജോവധം ചെയ്യുന്ന രീതിയിൽ തേച്ചൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ചിത്രങ്ങളല്ല മലയാള സിനിമയിൽ തന്നെ നല്ലോണം ഡിഗ്രേഡ്. രാമലീലയ്ക്ക് ശേഷം പറയത്തക്ക വിധത്തിൽ ബോക്സ് ഓഫീസിൽ ഒരു പവർ ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ദിലീപിനുള്ളത്. സിനിമ ഒരു എന്റർടൈൻ ഫാക്ടറാണ്. പക്ഷേ അത്രമാത്രം ഒരു സിനിമയെ വലിച്ചു കയറുന്ന ആവശ്യമുണ്ട്. ഷാരിസ് മുഹമ്മദ് എഴുതി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് ലിഷിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത ദ പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ദിലീപിന്റെ 150ാമത്തെ ചിത്രം. രാമലീലയ്ക്ക് ശേഷം പറയത്തക്ക വിധത്തിൽ ബോക്സ് ഓഫീസിൽ ഒരു പവർ ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ദിലീപിനുള്ളത്. ഈ ഒരു സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ഡീഗ്രേഡിങ് സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. അതിനെ നെഗറ്റീവായിട്ട് തന്നെ എന്ത് ചെയ്യുന്ന അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് നമുക്ക് സോഷ്യൽ മീഡിയ കാണാൻ കഴിയുന്നത്. പല റിവ്യൂവേഴ്സും വളരെയധികം ഈ സിനിമയെ തേജോവധം ചെയ്യുന്ന രീതിയിൽ തേച്ചൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത്രമാത്രം ഒരു സിനിമയെ വലിച്ചു കയറുന്ന ആവശ്യമുണ്ട്. കാരണം ദിലീപ് ചിത്രങ്ങളല്ല മലയാള സിനിമയിൽ തന്നെ നല്ലോണം ഡിഗ്രേഡ് ഉണ്ട്. ദിലീപിന്റെ സിനിമകൾ വരുമ്പോൾ കുറച്ചുകൂടിയും ഡിഗ്രേഡിങ്ങിന്റെ ലെവൽ മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സമീപകാല ചിത്രങ്ങളെല്ലാം വൻ പരാജയമായിരുന്നു. അതോ ദിലീപ് കുറച്ചുകൂടിയും അപ്ഡേറ്റഡ് ആവണോ എന്നുള്ളതാണ്. ഒരു 100-150 രൂപ കൊടുത്തിട്ട് നമ്മൾ തിയേറ്ററിൽ പോകുന്ന സമയത്ത് ഭയങ്കര റീഫ്രഷ് ആയ രീതിയിലേക്ക് കിട്ടുക എന്നുള്ളതാണ്. എനിക്ക് ഒരുപാട് ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഈ സിനിമ കൊണ്ട് സാധിച്ചു. അത് ഭയങ്കര ബുദ്ധിജീവി ചമിഞ്ഞിട്ട് ഈ സിനിമയെ കീറി മുറിച്ചിട്ട് ഇതങ്ങനെ ആയിരുന്നില്ലേ ഇതിങ്ങനെ ആയിരുന്നില്ലേ എന്നൊക്കെ ചിന്തിക്കാനൊന്നും ഞാനൊരിക്കലും സിനിമയെ കാണാറില്ല. സിനിമ ഒരു എന്റർടൈൻ ഫാക്ടർ. ചില ആളുകൾക്ക് ചിലപ്പോൾ അത് കണക്ട് ആയി. ഒരു ഐക്കോണിക്കായ കോട്ടുണ്ട്. അതായത് നിങ്ങളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആ അഭിപ്രായം നിങ്ങളതായിരിക്കണം. ഒരിക്കലും നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ള ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട്. എന്തായാലും ഒരു എബോ ആവറേജിന്റെ മുകളിൽ തോന്നിക്കുന്ന പടമാണ്. ഇത് ചിത്രങ്ങൾ ഒരു ആവറേജിന്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഫാമിലി ഓഡിയൻസിന്റെ കുത്തൊഴുക്ക് ഉണ്ടാവാറുണ്ട്. രാമലീലയ്ക്ക് ശേഷം അങ്ങനെ ഒരു സിനിമയോ അല്ലെ അങ്ങനെ ഒരു സിനിമയിലേക്ക് ഓഡിയൻസിനെ കയറ്റാൻ ദിലീപിന് പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. അത് ബിന്ദു പണിക്കർ അഭിനയിച്ചിട്ടുണ്ട്, സിദ്ദിഖ്. ഇവർ രണ്ടുപേരും ദിലീപിൻ്റെ അച്ഛനും അമ്മയായിട്ടാണ്. ഗംഭീര പെർഫോമൻസാണ്. ഓൾറെഡി അവരത് പ്രൂവ് ചെയ്ത ആളുകളാണ്. അതിൻ്റെ കൂടെ എടുത്തു പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജു പിള്ള അവതരിപ്പിച്ചിരിക്കുന്ന സെഫിയത്തെ ഗംഭീരമായിട്ട് മഞ്ജു പിള്ള അത് ചെയ്തിട്ടുള്ളത് മാത്രമല്ല, അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ട്. അവരവതരിപ്പിച്ച കഥാപാത്രം നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് 100%. ജോണി ആൻ്റണി ചെയ്തിരിക്കുന്ന കഥാപാത്രമാണ്. ജോണി ആൻ്റണിയുടെ ചില മാനറിസങ്ങളും ചില ഡയലോഗ് ഡെലിവറീസും ഒക്കെ അടിപൊളിയാണ്. പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് സിനിമകളിൽ കണ്ടുവരുന്ന സ്ലാപ്സ്റ്റിക് കോമഡികൾ ഈ സിനിമകളിലില്ല. ഇതിൽ ദിലീപിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ചിഞ്ചു റാണി എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന റാനിയ ഒരു അസാധ്യ പെർഫോമൻസ്. ഷീ ഡു വെൽ അങ്ങനെ തന്നെ പറയണം. കാരണം ഇതിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ കുറച്ചുകൂടി ഡെപ്ത് ഉള്ളതാണ്. അത് അങ്ങനെ തന്നെ ചെയ്യണം. ചിലപ്പോൾ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ അഭിനയിക്കുമ്പോൾ ഒരു പോയിന്റ് നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പാളിപ്പോകുന്ന ക്യാരക്ടർ നല്ല കൈയെടുക്കത്തോടും ഗംഭീരമായിട്ട് ചെയ്തു എന്ന് പറയണം. അത് സിനിമയുടെ ഒരു പ്ലസ് പോയിൻ്റാണ്. സിനിമ കണ്ടാലും ഇല്ലെങ്കിലും അഭിപ്രായങ്ങൾ അത് സ്വന്തമാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇതൊരിക്കലും നിങ്ങളതല്ല.